ഇപ്പോ തുടക്കം ഉള്ള കാര്യം പറഞ്ഞാൽ ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റും ഇപ്പോൾ ഇതെല്ലാം ഞാൻ മുന്നേ വേറെ കോഴ്സ് എടുത്തിട്ടുണ്ടല്ലോ. യൂട്യൂബിൽ കണ്ടമാനം ഓൺലൈൻ ക്ലാസ് നല്ലത് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് പൈസ കൊടുത്തിട്ടായാലും ഫ്രീ ആയിട്ടും ആയിട്ടും. അപ്പൊ ഈ തുടക്കത്തിൽ കുറെ കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുള്ളൂ എന്നുള്ളത്. പിന്നെ പകുതി കഴിഞ്ഞ് തുടങ്ങി ഇത്തിരി മാറി തുടങ്ങി. പിന്നെ സൂം മീറ്റിംഗ് ഭയങ്കര ഇതായിരുന്നത് തുടക്കം എന്ന് വെച്ചാൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണവർക്ക് അത് പക്കയാണ്. വേറെ ഒന്നും തലയിലില്ലാത്തവർക്ക് കൃത്യമായിട്ട് കയറും. സപ്പോർട്ടൊക്കെ ഞാനിപ്പോ എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് വിളിക്കാറുണ്ടല്ലോ. അതിനെ കിട്ടിയിട്ട് ഞാൻ പ്രോഗ്രാം വിളിക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എന്റെ എമ്മൽ ട്രേഡ് ചെയ്യാണ്. അപ്പൊ അതിൽ തൊട്ടേനും പിടിച്ചാൽ ഞാൻ അതിനെ വിളിക്കാറില്ല. ആ ഇതിപ്പോ എന്തൊക്കെയാണ് ബ്രോ വിശേഷം? ഇങ്ങനെ പോകണം, ട്രേഡിങ് കുഴപ്പമില്ലാണ്ട് പോകും. അടിപൊളി. ഓക്കെ. പിന്നെ ബ്രോ നമ്മളെ ബിഗിനർ ആയിട്ടില്ലല്ലോ സ്റ്റാർട്ട് ചെയ്തത് അല്ലല്ല, ഞാൻ വേറെ അല്ലേ? ഫോറക്സ് കോഴ്സ് ചെയ്തിരുന്നില്ല. ഞാൻ ചെയ്തിരുന്നു മുന്നേ. പിന്നെ ഇന്ത്യൻ ഓപ്ഷൻ ആയിരുന്നു, ഓപ്ഷൻ ആയിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ ഓൾ ടുഗദർ അഭിപ്രായം എങ്ങനെയുണ്ട് TMC ലൈവ് മാർക്കറ്റിലെ വർക്കിങ്ങിനെ പറ്റിയിട്ട്? ടി എം സി വർക്കിംഗ് ആണ്. ഞാൻ വേറെ പറഞ്ഞ ടി എം സി വർക്കിംഗ് ആണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ടി എം സിന്നും കുറച്ചായി എടുത്തു. മുന്നേ ഞാനൊരു സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഇത് ചെയ്തിട്ടാണ് കുറച്ച് മോഡിഫൈ ചെയ്യുന്നത്. കാരണം ടി എം സി എടുത്തത് ആദ്യം എനിക്ക് എൻട്രി ഭയങ്കരമായിട്ട് മിസ്സായിരുന്നു. അതായത് എനിക്കറിയാം അവിടുത്തെ വരും, പക്ഷെ എനിക്ക് എടുക്കണ്ടത്. ഞാൻ ഹബിനോട് എനിക്ക് 3-4 വർഷം വിളിച്ചാൽ സംസാരിച്ചു. അത് വീണ്ടും ഡെമോ എടുത്ത് പ്രാക്ടീസ് ഞാൻ ഒറിജിനലൊക്കെ എടുക്കണ്ടേ ഡെമോ പ്രാക്ടീസ് എങ്കിൽ. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ വരുന്നുണ്ട്. കാരണം എൻട്രി എടുക്കുന്ന കാര്യങ്ങളും മുന്നാണെങ്കിൽ എൻട്രി കഴിഞ്ഞു വരുന്നു, അവരുടെ എൻട്രി ഉണ്ടായി എന്നുള്ള ഒരു കാര്യം ഇത് നമുക്ക് ഇതാവുന്നു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊരു ഇതായിട്ട് വന്നു. കാരണം ഞാൻ മുന്നത്തെ ചാവേണ്ടത് ചാർട്ട് വീണ്ടും റീഡ് ചെയ്ത് എടുത്തെടുത്ത് സെറ്റ് ആയിട്ട് വന്നു. അപ്പൊ മൊത്തത്തില് ഇതായിട്ട് വന്നു. പൊളി. അപ്പോ എങ്ങനെയുണ്ട് ബ്രോ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു TMCയുടെ ആ ഭാഗത്ത്? സപ്പോർട്ടൊക്കെ ഞാനിപ്പോ എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് വിളിക്കാറുണ്ടല്ലോ. അതിനെ കിട്ടിയിട്ട് ഞാൻ പ്രോഗ്രാം വിളിക്കാറ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എന്റെ എമ്മൽ ട്രേഡ് ചെയ്യാണ്. അപ്പൊ അതിൽ തൊട്ടേനും പിടിച്ചാൽ ഞാൻ അതിനെ വിളിക്കാറില്ല. കാരണം എസ് എൽ അടിക്കുന്ന നമുക്ക് ഫേക്ക് ബ്രേക്ക് ഞാൻ ആദ്യം ഒറിജിനൽ അക്കൗണ്ട് എടുത്തു. അപ്പം എടുക്കണ നമ്മൾ ടി എം സി തന്നെ, പക്ഷെ ഫേക്ക് ബ്രേക്ക് അടിക്കുമ്പോൾ എസ് എൽ അടിച്ചിട്ട് പിന്നെ കയറി പോകും. അപ്പൊ ഇരിക്കുന്ന ട്രേഡ് മൊത്തം ഇങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് പിന്നെ അതിന്റെ ട്രേഡ് എടുക്കാണ്ട് തന്നെ വാച്ചിങ് തുടങ്ങി. കാലത്ത് ഒരു 9 തുടങ്ങി ഞാൻ ചാർട്ട് ഗോൾഡ് മാത്രമേ എടുക്കുള്ളൂ. വേറെ കറൻസി ഒന്നും നിർത്താണ്ടായി. കാരണം ഒരു വർഷമായിട്ട് ഗോൾഡിന്റെ ചാർട്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡെമോ കൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഡെമോ എടുക്കാൻ നമുക്ക് സൈക്കോളജി ഒന്നുമില്ലല്ലോ. നമ്മൾ ഓടിച്ചിട്ട് വലുതായിരിക്കും. ചിലപ്പോൾ 1 മില്യൺ ഡോളർ അക്കൗണ്ട് എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഉണ്ടാവും. അപ്പൊ അത് കളയ വേറെ അക്കൗണ്ട് അത് തന്നെ ചെയ്യുന്നു. അപ്പൊ അത് ചെയ്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ഐഡിയ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറിജിനൽ അക്കൗണ്ട് തന്നെ ഒരു $1700 ആ റേഞ്ച് ഇട്ടിട്ട് ചെറിയ ലോട്ട്സ് ചെയ്ത് തുടങ്ങി. അപ്പൊ പ്രോഫിറ്റും ഉണ്ട്, ലോസും പ്രോഫിറ്റും ഉണ്ട്. അപ്പൊ അതിന് വലിയ ലോസ് എന്ന് പറയാനില്ല. അപ്പൊ അതിലും കുറെയൊക്കെ എനിക്ക് കറൻസി ആക്കി യൂസ് ആയിട്ട് ഞാൻ ഇതുവരെ എടുത്തിട്ടേ ഉണ്ടാവില്ല, എടുക്കാറില്ല. അപ്പൊ അത് അപ്പോ ഗോൾഡിൽ മാത്രം ഇപ്പൊ ഗോൾഡ് അതിൽ എടുക്കുമ്പോൾ കൂടുതൽ എക്സ്ട്രാ അടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഗോൾഡിൽ മാത്രം ചെയ്യും. അപ്പൊ എൻട്രി കുറഞ്ഞു, കുഴപ്പമില്ല. എൻട്രി കുറഞ്ഞെങ്കിലും ഇപ്പൊ എൻട്രി അത്യാവശ്യം നല്ല. പിന്നെ നടന്ന് ഒത്തിരി മറ്റേ എല്ലാവരും കൊള്ളാൻ ഇത്തിരി പ്രോഫിറ്റ് കാണുമ്പോ ബുക്ക് ചെയ്താലോ എന്നുള്ള ഒരു ഇത്. പിന്നെ ഞാൻ കുറച്ച് മാറ്റി. അതിപ്പോ ഒരു 0.1 ഡെമോക്കണിലാവുമ്പോൾ ഞാൻ 0.1 എടുക്കാറുണ്ട്. എസ് എൽ ഏകദേശം ഒരു 40-30 കിട്ടും. അപ്പൊ ഒരു 1:3 1:2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഹാഫ് ബുക്ക് ചെയ്തിട്ട് എസ് എൽ ചെയ്തിട്ട് പിന്നെ ഹോൾഡ് ചെയ്യും. അങ്ങനെ ചെയ്ത് തുടങ്ങി. അപ്പൊ സേഫ് ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് തുടങ്ങി. അതാകുമ്പോൾ കുഴപ്പമില്ല. ചെറിയ അക്കൗണ്ട് വരുമ്പോൾ മൊത്തത്തിൽ ഒരു ഇതാണല്ലോ അതിട്ട്. Good, 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 പക്ഷെ good. ഇന്നലെ പിന്നെ എങ്ങനെയുണ്ട് ബ്രോ TMC എടുത്തിട്ട് വാല്യൂ ഫോർ മണി ആണെന്ന് തോന്നുന്നുണ്ടോ കോഴ്സ് മൊത്തത്തില്? ഇല്ല, ടി എം സി അതായത് ഇപ്പോ തുടക്കം ഉള്ള കാര്യം പറഞ്ഞാൽ ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റും ഇപ്പൊ ഇതെല്ലാം ഞാൻ മുന്നേ വേറെ കോഴ്സ് എടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടമാനം ഓൺലൈൻ ക്ലാസ് നല്ലത് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് പൈസ കൊടുത്തിട്ടായാലും ഫ്രീ ആയിട്ടും ആയിട്ടും. അപ്പൊ ഈ തുടക്കത്തിൽ കുറെ കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നുള്ളൂ എന്നുള്ളത്. പിന്നെ പകുതി കഴിഞ്ഞ് തുടങ്ങി ഇത്തിരി മാറി തുടങ്ങി. പിന്നെ സൂം മീറ്റിംഗ് ഭയങ്കര ഇതായിരുന്നത് തുടക്കം എന്ന് വെച്ചാൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യണവർക്ക് അത് പക്കയാണ്. വേറെ ഒന്നും തലയിലില്ലാത്തവർക്ക് കൃത്യമായിട്ട് കയറും. ഇത് നമ്മ വേറെ കുറച്ച് അതും ഇതൊക്കെ വെച്ച് നടക്കണം. പെട്ടെന്നൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. ബാക്കി എല്ലാവർക്കും പക്കയാണ് പറ്റും. Very good, very good. പിന്നെ കീപ് പ്രാക്ടീസിങ് ബ്രോ നല്ല രീതിയിൽ പറഞ്ഞ പോലെ തന്നെ അത് പ്രൊഫഷണൽ ചെയ്യാനുണ്ട്. കാര്യങ്ങളായിട്ട് സ്ക്രീൻ റെക്കോർഡ് അയക്കാൻ മറക്കല്ല. എന്തായാലും ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് 13 ഞാൻ അയച്ചത്. കാരണം നമുക്ക് പ്രൗഡാണ് ബ്രോ, അതൊക്കെ ഒരു പ്രൗഡാണ്. കാരണം നിങ്ങളൊക്കെ ഈ രീതിയിലേക്ക് മാറുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഈ ഒരു സ്ട്രാറ്റജി കാര്യങ്ങളെ പറ്റി ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊസീജിയറിന്റെ ആ ഭാഗമായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഓക്കെ. ഉണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ അവീന്റെ അടുത്ത് നോക്കിയിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ. ഓക്കെ. ഷെയർ.